സൗവർണിക ഇന്ന് രാവിലെ കണ്ട ഒരു വാർത്തയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രി BN വാസവൻ പറഞ്ഞതായിട്ടാണ്. അതായത് ഇപ്പോൾ ആഗോള സംഗമം, അയ്യപ്പ സംഗമവും ബന്ധപ്പെട്ട് കുറേ അഴിമതി ആരോപണങ്ങൾ ഇപ്പൊ മുന്നിൽ വന്നിട്ടുണ്ട്, സാമ്പത്തിക ക്രമക്കേടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിലൊരു ബാധ്യതയില്ല, ദേവസ്വം ബോർഡാണ് അതൊക്കെ നോക്കേണ്ടത് എന്ന്. അപ്പോൾ ഒരു ചോദ്യം, എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു മന്ത്രി ഇവിടെ? ദേവസ്വം വകുപ്പിന് ഇങ്ങനെ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? എല്ലാം ദേവസ്വം ബോർഡ് അങ്ങ് തീരുമാനിച്ചാൽ പോരെ? എന്ത് നിരുത്തരവാദപരമായ ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന്. ശരിക്കും ഇത്രയും വലിയ ആരോപണങ്ങൾ, സ്വർണ്ണക്കൊള്ള മുതൽ ഇപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ ആരോപണങ്ങൾ, ഇത്രയും തെളിവ് സഹിതം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മിനിമം മര്യാദ എന്ന് പറയുന്നത് ആ സ്ഥാനം രാജിവെച്ച് പോയി അന്വേഷണം നേരിടുക എന്നുള്ളതായിരുന്നു, അല്ലേ? അത് ചെയ്തില്ല എന്നത് പോട്ടെ, എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ആരോഗ്യ വകുപ്പിന്റെ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീഴുമ്പോൾ ആരോഗ്യമന്ത്രി പറയണ എനിക്കിതിലൊരു ബന്ധമില്ല, അതാ അവിടുത്തെ സൂപ്രണ്ടും ആ ഹോസ്പിറ്റലിലുള്ളവർ കൂടി ആലോചിക്കേണ്ടതാണ് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതും, ഒരു സ്കൂളില് ഒരു കുട്ടി സൈക്കിൾ ഷോക്ക് അടിച്ച് മരിച്ച ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയാണ് എനിക്കതിലൊരു ഉത്തരവാദിത്തമില്ല, അത് അവിടുത്തെ DEOമാരുണ്ട്, AEOമാരുണ്ട്, ഹെഡ് മാസ്റ്റർ ഉണ്ട്, ഇവരൊക്കെയാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും പോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും എല്ലാം തമ്മിൽ ഭേദം എന്ന് തന്നെ പറയാം. ഒന്നുമില്ലെങ്കിലും അവർ ആ വിഷയത്തിൽ അവരുടെ ഉത്തരവാദിത്വമെങ്കിലും തള്ളി പറയാതിരുന്നു. അല്ലേ? അതിൻ്റെ അകത്തൊരു കാര്യം ഉണ്ടല്ലോ, ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്, കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്താണ്. കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആദ്യം മുതൽ എന്താണ് പറഞ്ഞത്? എന്നെ സ്വർണ്ണം കട്ടവനെന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ കേരളത്തെ പൊതുസമൂഹത്തോട് പറഞ്ഞാൽ എന്താണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ദേവസ്വം വകുപ്പ് മന്ത്രിമാർ അറിയുന്നില്ല. ദേവസ്വം ബോർഡിന്റെ അകത്ത് നടക്കുന്ന യാതൊരു കാര്യവും ദേവസ്വം വകുപ്പ് മന്ത്രിമാർ അറിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രിമാർ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിന്റെ അകത്ത് വന്ന ക്രമക്കേട് ഒന്നുമേ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ബാധിക്കില്ല, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതാ മന്ത്രിയുടെ പരാജയമല്ലേ? അതാ സർക്കാരിന്റെ പരാജയമല്ലേ? അപ്പൊ എന്തുകൊണ്ട് അവർ അത് അംഗീകരിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഒരു കാര്യം ചെയ്യാം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം അമ്പലങ്ങൾ, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളെല്ലാം ഹൈക്കോടതി നേരിട്ട് കാര്യങ്ങൾ നടത്തട്ടെ. ദേവസ്വം വകുപ്പും വേണ്ട, മന്ത്രിയും വേണ്ട, ദേവസ്വം വകുപ്പ് വേണ്ട. അങ്ങനെ ഒരു മന്ത്രിയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് ഇപ്പൊ ഈ വന്ന എല്ലാ സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നത്? അല്ല, അവർക്കൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അവരറിയുന്നില്ല. അതിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരും അകത്ത് ഭരിക്കുന്നവരാണ് എല്ലാം നിയന്ത്രിക്കുന്നതെങ്കിൽ അതാ സർക്കാരിന്റെയും ദേവസ്വം വകുപ്പിന്റെയും പരാജയം. അല്ല, ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാ, ഒരു കണക്കിന് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ജനങ്ങൾക്കൊരു ബോധ്യം വരണം, ആരെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടത്, അവർ മന്ത്രിയാക്കി ഇരുത്തിയതിന്റെ ആവശ്യം എന്തായിരുന്നു. അവർ ഈ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത തരത്തിൽ പ്രതികരിക്കുമ്പോൾ ജനങ്ങൾ തിരിച്ച് ചിന്തിക്കണം. ഇവരുടെ എന്തൊക്കെ PR വർക്കുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ തനിനിറം ഇതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലേ ചേച്ചി, ഏതൊരു വിഷയത്തിലും ഒരു മന്ത്രി അല്ലെങ്കിൽ അതിന്റെ ചുമതല, അതിന്റെ തലപ്പത്തുള്ള ആൾ ആരാണോ ആ ആള് വേണം അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത്. ഒരു തെറ്റ് പറ്റിയാൽ, അല്ലെങ്കിൽ മന്ത്രിക്ക് പറയാവുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇത്ര അഴിമതി നടന്നു അല്ലെങ്കിൽ ക്രമക്കേട് നടന്നതായി എനിക്കറിയില്ല, ഞാനത് പരിശോധിച്ച് നിങ്ങളുമായി ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അത് ഞാൻ ഒന്നും കൂടി നോക്കട്ടെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തട്ടെ. അതൊന്നുമല്ല, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച് പോകുക എന്നുള്ളതാണ് ഒരു മിനിമം മര്യാദ. ആ മര്യാദ എന്തായാലും കാണിക്കും. അല്ല, ആ മര്യാദ കാണിക്കില്ല. ഇതിപ്പോ ഇപ്പൊ തന്നെ UDFന്റെ ഭരണകാലത്തല്ല ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും അടൂർ പ്രകാശിന്റെ ഒപ്പം ഫോട്ടോ ഉണ്ടായിരുന്നു, മറ്റേ ആളുടെ സോണിയാഗാന്ധിയുടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഫോട്ടോ ഉണ്ടായിരുന്നു, സോണിയാഗാന്ധിയോട് ഒന്നിച്ചുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇത് മുഴുവൻ UDFന്റെ തലയിൽ കെട്ടിവെക്കാൻ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ കള്ളത്തരം നടന്ന കാലഘട്ടം UDFന്റെ ഭരണകാലമായിരുന്നു എങ്കിൽ ഇവർ UDF മന്ത്രിമാരെ വെറുതെ വിടുവോ? ഇല്ല. കോൺഗ്രസ് മന്ത്രിമാരാണ് ദേവസ്വം ഭരിച്ചിരുന്നതെങ്കിൽ വെറുതെ വിടുവോ? ഇല്ല. ഇവരെ ഏത് വിധേനയും ആ മന്ത്രി കസേരയിൽ നിന്ന് എണീപ്പിച്ചിട്ട് ഇവർക്ക് സമാധാനമുണ്ട്. ഇവര് സമരമുറകൾ, പലതരത്തിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സമരമുറകളുമായി ഇറങ്ങുമായിരുന്നു ഇവർ. ഇപ്പൊ ദേശീയ പണിമുടക്കിനിടെ ഈ നാട്ടിൽ കണ്ടത് എന്തായിരുന്നു? ഇവിടെ ആൾക്കാരെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ പഴയ ബന്ദ് ഹർത്താല് എന്നത് ആ രീതിക്കായിരുന്നു ഇവിടത്തെ CPMകാരുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ, ഇല്ലേ? ഒരു ലോറി ഓടിച്ച ഒരാളിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അയാളെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇവർ അങ്ങ് ശക്തമായി ആ പഴയ തന്ത്രം തന്നെയാണ് ഇവർക്ക് ഇപ്പോഴും ഉള്ളത്. എന്നിട്ട് ഇത്രയും ഈ ആവേശം കാണിക്കുന്നവർ ഈ വിഷയത്തിൽ ഇങ്ങനെ ഈ നിരുത്തരവാദപരമായ പെരുമാറ്റം കാണിക്കുന്നു. അല്ലേച്ചി, ശബരിമല വിഷയം പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വന്ന സമയത്ത്
സർക്കാരിനറിയാം, CPM-അറിയാം ഇതിപ്പോ ഭക്തരെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ കേരളം ഏറ്റെടുക്കാൻ പോകുന്ന, കേരളം കത്താൻ പോകുന്ന ഒരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള എന്നറിയാം. ഇത് എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ തലയിൽ വെക്കുക. അടൂർ പ്രകാശിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോ വലിയ ചർച്ചകളൊക്കെ ആയി. അതിന് തൊട്ടു പിന്നാലെ അപ്പൊ ആ ഒരു വിഭാഗമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും കോൺഗ്രസ്സുകാരും തെറ്റുകാരാണ്, അല്ലെങ്കിൽ അടൂർ പ്രകാശ് അടക്കമുള്ളവർ തെറ്റുകാരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ വിഷയം വരുന്നത്. അപ്പൊ വീണ്ടും ഇതെല്ലാം കൂടെ CPM, കാര്യം ആഗോള അയ്യപ്പ സംഗമം നടത്തിയ CPM ആണല്ലോ, നടക്കാത്ത ഭജനയുടെ പേരിൽ പൈസ എഴുതിയതും CPM ആണല്ലോ. അല്ല, ഇതൊക്കെ എന്ത് ആരും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലെന്നാണോ ഇവർ കരുതിയിരിക്കുന്നത്? മറ്റേ ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് പുട്ടടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പാർട്ടിക്കാരും, അവരുടെ പാർട്ടിക്കാരൻ മരിച്ചു, ഫണ്ട് അതിനുവേണ്ടി പാർട്ടിക്കാർ പൈസ, പക്ഷെ പാർട്ടിക്കാർ മാത്രമായിരിക്കില്ല ആ രക്തസാക്ഷി ഫണ്ട് എന്നാലും അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. ന്യായീകരിക്കാം, പാർട്ടി ഫണ്ടാണ്, പാർട്ടി പിരിച്ച പറഞ്ഞ ഗോവിന്ദൻ, MP ഗോവിന്ദൻ പറഞ്ഞ എന്തായിരുന്നു? ഇതൊന്നും നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ? പരസ്യമായി പബ്ലിക് ഇപ്പൊ ഇവരുടെ കമ്മിറ്റിക്കുള്ളിൽ ആ CPM-ന്റെ കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് അവര് മാത്രം പൈസ ഇട്ട് കൊടുക്കുന്നതാണ് എങ്കിൽ ശരി, എന്താ ചേക്ക് വിട്ട് ഒരിടത്തും പോവില്ല അവരുടെ ഇതെന്ന് പറഞ്ഞ് വിചാരിക്കാം. പക്ഷെ അല്ല, ഇവര് നാട്ടിലിറങ്ങി പിരിച്ചതാണ്, ആൾക്കാരുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിച്ചതാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ മുക്കിയതാണ്, വ്യാജ റെസീറ്റ് അടിച്ച് വരെ പണം തട്ടിയ കേസുകളുണ്ട്. അപ്പൊ ഇതിനൊന്നും നാട്ടുകാർ ഇതൊന്നും അറിയണ്ട. ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, പാർട്ടിയൊന്നും. പക്ഷേ ഈ അയ്യപ്പ സംഗമത്തിന് നടത്തിയതിനൊന്നും ഈ ഒരു മറുപടി അല്ല അവർ പറയേണ്ടത്. അല്ല, എന്താണ് CPM-ന്റെ അകത്ത് നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളെ ഒരു പരിധിവരെ അവർക്ക് ന്യായീകരിക്കാം. ഞങ്ങളുടെ പാർട്ടിക്ക് അകത്തുള്ള കാര്യമാണ്, പുറത്തുള്ളവർ അത് ചർച്ചയ്ക്ക് എടുക്കണ്ട, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അത് പറയണം എന്നുള്ള അജണ്ട വെക്കണ്ട എന്നൊക്കെ പറയാം. ആ പാർട്ടി കേരളം ഭരിക്കുകയാണ് എങ്കിൽ പാർട്ടിയിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ച് ചോദിച്ചാൽ അതിന് അവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഭരണത്തിലില്ല, അവരവരുടെ ഇഷ്ടം ചെയ്യുന്നു. അതുപോലെയല്ല, ഭരിക്കുന്നത് ആരാ? CPM ആണ് ഇവിടെ കേരളം ഭരിക്കുന്നത്. LDF-ലെ പ്രമുഖ കക്ഷി ആരാ? CPM ആണ്. അപ്പൊ ആ CPM-നുള്ളിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ഓരോ പൗരനും അവകാശമുണ്ട്. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോട്ടെ, ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യന്റെ സ്വർണം എന്നൊക്കെ പറയുന്നത് അത് CPM-ന്റെ പാർട്ടിക്കാർ പിരിച്ച പൈസയല്ല. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി പറഞ്ഞ എന്താണ്? 1 രൂപ പോലും സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ എടുക്കരുത്. പക്ഷെ ഇപ്പൊ ചെലവാക്കിയിരിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പണമാണ്. അത് ഞാനും ചേച്ചി ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണമാണ്. അത് ചോദിക്കാൻ നമുക്ക് അവകാശം ഉണ്ടല്ലോ. അപ്പൊ അതിന് MP ഗോവിന്ദൻ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത്? താത്വികമായ അവലോകനമായിട്ട് വരുമോ? അത് നോക്കണമല്ലോ. അല്ല, അവർക്ക് ഉത്തരമില്ല. ഇനി പകരം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ കുറെ ക്യാപ്സ്യൂൾ വിതരണക്കാരെ ഇറക്കി തെറി വിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ. ഇതിനൊക്കെ ഈ ക്യാപ്സ്യൂൾ വിതരണക്കാർക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിക്ക് ദേവസ്വം മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറയുന്നതിന് ഈ നാട്ടിലെ സഖാക്കന്മാർക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം.